ISROയെ ഇനി ഡോക്ടർ വി നാരായണൻ നയിക്കും. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിനടുത്ത് കീഴേക്കാട്ടുവിള ഗ്രാമത്തിൽ ജനിച്ച വി നാരായണൻ ISROയുടെ തലപ്പത്തെത്തുമ്പോൾ രാജ്യത്തിനത് അഭിമാന നിമിഷമാണ്. വളരെ പിന്നോക്കം നിന്ന വിദ്യാഭ്യാസ സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ച് മിടുക്കനായി വളർന്നു വന്ന ചരിത്രമാണ് വി നാരായണന്റേത്. ഒരു കുഗ്രാമത്തിലിരുന്ന് മാനത്തേക്ക് കൗതുകത്തോടെ നോക്കിയ ആ കുട്ടി രാജ്യത്തിന്റെ ബഹിരാകാശ ദൗത്യങ്ങളുടെ വിജയഗാഥ രചിക്കാൻ ഇന്ന് ബഹിരാകാശത്തേക്ക് മിഴികൾ നട്ടിരിക്കുകയാണ്. 1960കളിൽ ഇന്ത്യൻ ഗ്രാമങ്ങളുടെ അവസ്ഥ വിവരണാതീതമാണ്. അത്തരമൊരു ഗ്രാമത്തിൽ നിന്ന് മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിലിരുന്ന് പഠിച്ച ആ കുട്ടിയാണ് ഇന്ന് ശാസ്ത്ര ലോകത്ത് ഇന്ത്യയെ നയിക്കുന്നതെന്ന് ഏറെ അഭിമാനകരം തന്നെയാണ്. ചെറുകിട തേങ്ങാ വ്യാപാരിയായിരുന്ന സി വന്നിയ പെരുമാളിന്റെയും അമ്മയായ എസ് തങ്കമ്മാളിന്റെയും ആഗ്രഹം അക്ഷരാർത്ഥത്തിൽ ജീവിതം കൊണ്ട് രേഖപ്പെടുത്തുന്നതും പുതുതലമുറയ്ക്ക് എന്നും മാതൃകയാണ്. സ്വന്തം പഠനത്തോടൊപ്പം ജോലി ചെയ്തും അദ്ദേഹം കുടുംബത്തിന് കൈത്താങ്ങായി. സ്വന്തം വഴി തിരിച്ചറിയുകയും 1984 ഫെബ്രുവരി 1-ന് തിരുവനന്തപുരത്ത് ISROയിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ VSSC ടെക്നിക്കൽ അസിസ്റ്റന്റായി നാരായണൻ ജോയിൻ ചെയ്തു. പിന്നീടാണ് അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടുകയും ISROയിൽ എഞ്ചിനീയർ ആവുകയും ചെയ്തത്. 1990 ഏപ്രിൽ 23-നാണ് തിരുവനന്തപുരത്ത് വലിയ മലയിൽ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിലേക്ക് LPSC അദ്ദേഹത്തിന് സ്ഥലം മാറ്റം ലഭിക്കുന്നത്. ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്ന എഞ്ചിനുകളുടെ ഈ ലോകത്തെത്തിയതോടെ അദ്ദേഹം ക്രയോജനിക് മേഖലയിൽ പ്രഗത്ഭനായി മാറി. ക്രയോജനിക് റോക്കറ്റ് എഞ്ചിൻ വികസനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ഖരഗ്പൂർ IITയിൽ നിന്ന് ഡോക്ടറേറ്റും നേടിയിരുന്നു. രാജ്യത്ത് ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിക്കുന്ന സംഘത്തോടൊപ്പം തുടക്കം മുതൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. പിന്നീട് അദ്ദേഹം പ്രോജക്ട് ഡയറക്ടറായി 6 വർഷം സേവനമനുഷ്ഠിച്ചു. ഇന്ത്യ ഇതുവരെ വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എഞ്ചിനുകളുടെയൊക്കെ ഭാഗമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നീണ്ട 41 വർഷക്കാലമായി ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിൽ വലിയ പങ്കുവഹിക്കാൻ ഡോക്ടർ വി നാരായണനായിട്ടുണ്ട്. ക്രയോജനിക് സാങ്കേതിക വിദ്യ കൈവരിച്ച ലോകത്തിലെ 6 രാജ്യങ്ങളിൽ ഒന്ന് ആണ് ഇന്ത്യ. ISRO വലിയ ബഹിരാകാശ ദൗത്യങ്ങളാണെന്ന് അതിന് നേതൃത്വം കൊടുക്കാൻ ഡോക്ടർ വി നാരായണന്റെ സ്ഥാനലബ്ധി സഹായകരമാവുക തന്നെ ചെയ്യും.